ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ സ്കാവെഞ്ചിങ് എന്ന പ്രോസസ്സിനെ പറ്റിയും പിന്നെ കട്ട് ഓഫ് റേഷ്യോയെ പറ്റിയാണ് പഠിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, യാതൊരു റിലേഷനുമില്ല. ഞാൻ ഇത് രണ്ടും കൂടി ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ സ്കാവെഞ്ചിങ്ങും കട്ട് ഓഫ് റേഷ്യോയും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. ഇതും രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഞാൻ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം നമുക്ക് സ്കാവെഞ്ചിങ് എന്താണെന്ന് നോക്കാം. ഈ സ്കാവെഞ്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത് ഈ 2 സ്ട്രോക്ക് എഞ്ചിൻസിലാണ്. 4 സ്ട്രോക്ക് എഞ്ചിൻസിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് 2 സ്ട്രോക്ക് എഞ്ചിനിലാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. ഈ സ്കാവെഞ്ചിങ് നിങ്ങളുടെ എക്സാമിന് ചിലപ്പം വാട്ട് ഈസ് മീൻ ബൈ സ്കാവെഞ്ചിങ് എന്നോ എക്സ്പ്ലെയിൻ ദ സ്കാവെഞ്ചിങ് പ്രോസസ് ഇൻ 2 സ്ട്രോക്ക് എഞ്ചിൻസ് എന്നൊക്കെയോ ചിലപ്പം നിങ്ങൾ എക്സാമിന് ചോദിക്കാം. ഇത് പുതിയതായിട്ടൊന്നുമില്ല, നമ്മൾ ആൾറെഡി പഠിച്ച കാര്യം തന്നെ. നമ്മൾ ആ സമയത്ത് സ്കാവെഞ്ചിങ് എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സംഭവം മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ, എന്താണ് സ്കാവെഞ്ചിങ് എന്ന് മീൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ നമ്മുടെ 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് നിങ്ങൾക്കറിയാം. അതിൽ എക്സാമിന് വരയ്ക്കേണ്ട ഫിഗേഴ്സാണിത്. ഇതിൽ ആദ്യത്തെയും ഈ മൂന്നാമത്തെയും ഫിഗറാണ് എക്സാമിന് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഈ നടുക്കത്തെ ഫിഗർ നിങ്ങൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ ഫിഗേഴ്സാണ് കാണിച്ചിരിക്കുന്നത്. പെട്രോൾ എഞ്ചിനായാലും ഡീസൽ എഞ്ചിനായാലും സെയിം സംഭവം തന്നെയാണ്. അതായത് ഇവിടുത്തെ ഈ ഒരു കമ്പോണൻറ്റിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഫിഗറൊക്കെ സെയിം തന്നെയാണ്. ഇതിൽ സ്കാവെഞ്ചിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നുള്ള നമ്മുടെ ഈ പിസ്റ്റൺ മോളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ, അതായത് കമ്പസ്റ്റിംഗ് പ്രോസസ്സ് നടന്ന് ആ ഹോട്ട് ഗ്യാസസ് അല്ലെങ്കിൽ ബേൺഡ് ഗ്യാസസ് ഈ എക്സോസ്റ്റ് വാൾവ് വഴി പുറത്തോട്ട് പോകുന്നു. അപ്പോൾ ഈ പുറത്തോട്ട് പോകുകയെന്ന് വെച്ചാൽ ഈ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ രണ്ട് പോർട്ടും, ഈ എക്സോസ്റ്റ് പോർട്ടും ഈ ട്രാൻസ്ഫർ പോർട്ട് ഓപ്പൺ ആവുകയും ഇതിൻ്റെ അകത്തുള്ള ബേൺഡ് ഗ്യാസസ് ഈ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തോട്ട് പോവുകയും ചെയ്യും. ആ സമയം തന്നെ ഈ ട്രാൻസ്ഫർ പോർട്ട് ഓപ്പൺ ആവുന്നതുകൊണ്ട് പെട്രോൾ എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ, ഡീസൽ എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ ഫ്രഷ് എയർ, അതായിരിക്കും ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി ഈ സിലിണ്ടർ ഏരിയയിലോട്ട് വരുന്നത്. അങ്ങനെ ട്രാൻസ്ഫർ പോർട്ട് വഴി വരുന്ന ആ എയർ ഫ്യൂൽ മിക്സ്ചർ അല്ലെങ്കിൽ ഫ്രഷ് എയർ എന്നുള്ളത് ഇവിടെയുള്ള ബേൺഡ് ഗ്യാസസിനെ കൂടെ തള്ളി ഈ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തോട്ടങ്ങ് തള്ളി പുറത്തോട്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിപ്പം പറഞ്ഞ ഈ പ്രോസസ്സിനെയാണ് സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. അതായത് ഈ ബേൺഡ് ഗ്യാസസിനെ പിസ്റ്റൺ താഴോട്ട് പോകുമ്പോൾ ഈ ബേൺഡ് ഗ്യാസസ് മുഴുവൻ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തോട്ട് പോകണം. അങ്ങനെ എക്സോസ്റ്റ് പോർട്ട് വഴി ബേൺഡ് ഗ്യാസസ് പുറത്തോട്ട് പോകുന്ന ആ പ്രോസസ്സിനെയാണ് സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബേൺഡ് ഗ്യാസസ് പുറത്തോട്ട് പോകണമെങ്കിൽ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്താൽ മാത്രം പോരാ. പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ എക്സോസ്റ്റ് പോർട്ട് വഴി കുറച്ച് ബേൺഡ് ഗ്യാസസേ പുറത്തോട്ട് പോവുകയുള്ളൂ. ബാക്കിയുള്ള ബേൺഡ് ഗ്യാസസ് ഈ വഴി ട്രാൻസ്ഫർ പോർട്ട് വഴി വരുന്ന ഫ്രഷ് എയർ അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ വന്നാണ് ഇതിൻ്റെ അകത്തുള്ള ബേൺഡ് ഗ്യാസസിനെ പുറത്തോട്ട് തള്ളിക്കളയുന്നത്. അപ്പം ഇതിൻ്റെ അകത്തുള്ള റിമെയിൻ ചെയ്യുന്ന ബേൺഡ് ഗ്യാസസ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ട് പോകുന്നത് ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി വരുന്ന എയർ ഫ്യൂൽ മിക്സ്ചർ അല്ലെങ്കിൽ ഫ്രഷ് എയർ, അതാണ് ഇതിൻ്റെ അകത്തുള്ള ബേൺഡ് ഗ്യാസസിനെ തള്ളി കംപ്ലീറ്റ് ആയിട്ട് എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തോട്ട് കളയുന്നത്. അപ്പോൾ ഈ പെർഫെക്റ്റ് സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ബേൺഡ് ഗ്യാസസ് മുഴുവൻ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തോട്ട് പോകണം. ഈ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബേൺഡ് ഗ്യാസസ് മാത്രമേ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തോട്ട് പോവുകയുള്ളൂ. ബാക്കിയുള്ള ബേൺഡ് ഗ്യാസസ് ഇതിൻ്റെ അകത്ത് റിമെയിൻ ചെയ്യും. ആ റിമെയിൻ ചെയ്യുന്ന ഗ്യാസും കൂടെ പുറത്തോട്ട് പോകുന്നത് ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി അകത്തോട്ട് കയറുന്ന എയർ ഫ്യൂൽ മിക്സ്ചർ അല്ലെങ്കിൽ ഫ്രഷ് എയർ, അതാണ് ഇതിനെ പുഷ് ചെയ്ത് തള്ളി ഈ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തോട്ട് കളയുന്നത്. അങ്ങനെ പുറത്തോട്ട് പോകുന്ന സമയത്ത് കുറച്ച് ഫ്രഷ് എയർ അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചറും കൂടെ പുറത്തോട്ട് പോയെന്നിരിക്കും. അത് കാരണമാണ് എഫിഷ്യൻസിയൊക്കെ കുറയുന്നത്. അപ്പോൾ ഈ പെർഫെക്റ്റ് സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ബേൺഡ് ഗ്യാസസ് മുഴുവൻ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തോട്ട് പോകുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. അത് 2 സ്ട്രോക്ക് എഞ്ചിൻസിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പെർഫെക്റ്റ് സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ബേൺഡ് ഗ്യാസസ് മുഴുവൻ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തോട്ട് പോകണം. അതിന് ഈ എക്സോസ്റ്റ് പോർട്ടിൻ്റെയും ട്രാൻസ്ഫർ പോർട്ടിൻ്റെയൊക്കെ പൊസിഷനൊക്കെ ഒരുപാട് ഡിസൈൻ ചെയ്താണ് അവർ ഫിക്സ് ചെയ്യുന്നത്. ഒരുപാട് റിസർച്ചൊക്കെ നടത്തി എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഈ എക്സോസ്റ്റ് പോർട്ട്, ഈ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് എക്സോസ്റ്റ് പോർട്ട് വരേണ്ടത്, എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ട്രാൻസ്ഫർ പോർട്ട് വരേണ്ടത്, ഇതൊക്കെ ഒരുപാട് റിസർച്ച് നടത്തി ഒരുപാട് ഡിസൈൻ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ട്രയലൊക്കെ നോക്കി പ്രോട്ടോടൈപ്പൊക്കെ ഉണ്ടാക്കി നോക്കി ചെക്ക് ചെയ്താണ് അവർ ഡിസൈഡ് ചെയ്യുന്നത് എവിടെയൊക്കെ പോർട്ട് കറക്റ്റായിട്ട് വന്നാൽ ഈ എക്സോസ്റ്റ് ഗ്യാസ്, ഈ ബേൺഡ് ഗ്യാസസ് എല്ലാം കൂടെ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്ത് പോകും. അതുപോലെ തന്നെ ഈ പിസ്റ്റൻ്റെ മുകളിലുള്ള ഈ ഒരു ഷേപ്പ്, ഈ ഒരു കർവ്, ഇത് നമ്മൾ ചുമ്മാ പെൻസിൽ വെച്ച് ഇങ്ങനെ ഒരു കർവ് ഇങ്ങനെ വരച്ച് വയ്ക്കും. പക്ഷേ ആ കർവിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതുവഴി വരുന്ന ബേൺഡ് ഗ്യാസസ് ഉടനെ അതിന് ഈ വഴി പോകാതെ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ ഉള്ളതുകൊണ്ട് അത് മുകളിലോട്ടായിരിക്കും പോകുന്നത്. ആ മുകളിലോട്ട് കയറി ഇവിടെയുള്ള ബേൺഡ് ഗ്യാസസിനെ കൂടെ പുഷ് ചെയ്ത് ഈ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തോട്ട് പോകും. അപ്പം അതിന് വേണ്ടിയുള്ള രീതിയിലുള്ള ഷേപ്പൊക്കെയാണ് ഇത് വരുന്നത്. ഇതൊന്നും നമുക്ക് വലിയ രീതിയിൽ പഠിക്കാനില്ല, നമ്മളിവിടെ ജസ്റ്റ് ഒരു കർവ് ഇങ്ങനെ വരച്ച് വെക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിസൈൻ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പെർഫെക്റ്റ് സ്കാവെഞ്ചിങ് കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പെർഫെക്റ്റ് സ്കാവെഞ്ചിങ് കിട്ടുന്നില്ല എങ്കിൽ, അതായത് ഇതിൻ്റെ അകത്തുള്ള ബേൺഡ് ഗ്യാസസ് മുഴുവനായും എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തു പോകുന്നില്ല,
കുറച്ച് ബേൺഡ് ഗ്യാസസ് ഇതിൻ്റെ അകത്ത് തന്നെ റിമെയിൻ ചെയ്യുകയാണെങ്കിൽ പിസ്റ്റൺ തിരിച്ച് മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ബേൺഡ് ഗ്യാസസും ഈ ഫ്രഷ് ആയിട്ട് വരുന്ന എയർ ഫ്യൂൽ മിക്സ്ചർ അല്ലെങ്കിൽ ഫ്രഷ് എയറും കൂടെ മിക്സ് ആവുകയും ബേൺഡ് ഗ്യാസസും ഈ ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷ് എയർ അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചറും കൂടെ മിക്സ് ആവുകയും അതും കൂടെ മിക്സ് ആയിട്ടുള്ളതിനായിരിക്കും പിന്നെ വീണ്ടും കമ്പഷൻ ചെയ്യുന്നത്. അങ്ങനെ കമ്പഷൻ ചെയ്യുന്നത് കാരണം ഔട്ട്പുട്ട് കുറയും. കാരണം കമ്പഷൻ നേരെ നടക്കത്തില്ല. ബേൺഡ് ഗ്യാസസ് നേരത്തെ സൈക്കിളിലുള്ള ബേൺഡ് ഗ്യാസസും കൂടെ മിക്സ് ചെയ്ത ആ മിക്സറിലോട്ടാണ് നമ്മൾ കമ്പസ്റ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത് എങ്കിൽ കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, കറക്റ്റായിട്ട് കമ്പഷനൊന്നും നടക്കത്തില്ല. അപ്പോൾ അത് കാരണം പിന്നെയും എഞ്ചിൻ്റെ എഫിഷ്യൻസി കുറയുകയും മൈലേജ് കുറയുകയും ഒക്കെ നടക്കും. അപ്പോൾ പെർഫെക്റ്റ് സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ബേൺഡ് ഗ്യാസസ് മുഴുവൻ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തോട്ട് പോകണം. ഇപ്പോൾ മുഴുവൻ പുറത്തോട്ട് പോകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒന്ന് പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആവുകയും കുറച്ച് ബേൺഡ് ഗ്യാസസ് പുറത്ത് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ പോർട്ട് വഴി ഈ സെൻട്രൽ പോർഷനിലോട്ട് എത്തുന്ന എയർ ഫ്യൂൽ മിക്സ്ചർ അല്ലെങ്കിൽ ഫ്രഷ് എയർ, ഡീസലിൻ്റെ കേസിലാണെങ്കിൽ ഫ്രഷ് എയർ, അതാണ് പുഷ് ചെയ്ത് ഈ ബേൺഡ് ഗ്യാസിനെ പുഷ് ചെയ്ത് ഈ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തോട്ട് കളയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്, ആ വേർഡ് നമ്മൾ പഠിച്ചില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എക്സാമിന് ചിലപ്പം സ്കാവെഞ്ചിങ് എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ സ്കാവെഞ്ചിങ് എന്നായിരിക്കാം ചോദിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സ് മാത്രം എഴുതിയാൽ മതി. അതായത് 2 സ്ട്രോക്ക് എഞ്ചിൻസിലാണ് ബേസിക്കലി കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് സ്കാവെഞ്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് കട്ട് ഓഫ് റേഷ്യോ. നിങ്ങൾ കട്ട് ഓഫ് റേഷ്യോ എന്താണ് എന്നറിയാം. ഞാനിവിടെ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ കട്ട് ഓഫ് എന്നൊരു വേർഡ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ലോജിക്ക് എന്താണ് എന്നാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കട്ട് ഓഫ് റേഷ്യോ എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. അത് ഡീസൽ എഞ്ചിൻസിൽ ഡീസൽ സൈക്കിളിലാണ് കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്ന സംഭവം വരുന്നത്. കട്ട് ഓഫ് റേഷ്യോ റോ ഈക്വൽ ടു V3/V2 എന്നൊക്കെ നമ്മൾ പഠിച്ചു, ഡെറിവേഷനൊക്കെ ചെയ്ത് നോക്കി. V3/V2 എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് 3യിലെ വോളിയമാണ് V3, സ്റ്റേറ്റ് 2യിലെ വോളിയമാണ് V2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡീസൽ സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഹോട്ട് ബോഡി കൊണ്ട് ഈ സിലിണ്ടറിൻ്റെ സൈഡിൽ കൊണ്ടുവച്ച് കൊടുക്കുന്നത് സ്റ്റേറ്റ് 2 എത്തുമ്പോഴാണ്. സ്റ്റേറ്റ് 2 എത്തുമ്പോൾ ഹോട്ട് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കും. അതിൽ നിന്ന് ഹീറ്റ് എനർജി സിലിണ്ടറിൻ്റെ അകത്തുള്ള എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും എയർ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് സ്റ്റേറ്റ് 3 എത്തുമ്പോഴാണ് ആ ഹോട്ട് ബോഡി അങ്ങ് റിമൂവ് ചെയ്യുന്നത്. പിന്നെ പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അഡയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സ്, അഡയബാറ്റിക് പ്രോസസ്സ് വഴിയാണ് പിന്നെയും പിസ്റ്റൺ വോളിയം 3യിൽ നിന്ന് വോളിയം 4ലോട്ട് പോകുന്നത്. അപ്പം ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. ഹോട്ട് ബോഡി സ്റ്റേറ്റ് 2യിലാണ് ഹോട്ട് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുന്നത്, സ്റ്റേറ്റ് 3യിലാണ് ഹോട്ട് ബോഡി റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡീസൽ സൈക്കിളിലെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഡീസൽ എഞ്ചിൻ്റെ കേസിലോട്ട് വരുമ്പോൾ സ്റ്റേറ്റ് 2 എത്തുമ്പോഴാണ് നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ, ഡീസലാണല്ലോ, ഡീസൽ ആയതുകൊണ്ട് ഫ്രഷ് എയറാണ് സിലിണ്ടറിൻ്റെ അകത്തുള്ളത്. ആ വളരെ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിൽ നിൽക്കുന്ന ഫ്രഷ് എയറിലോട്ട് ഡീസലിനെ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അങ്ങനെ സ്പ്രേ ചെയ്യുന്നതിന് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഇഞ്ചക്ഷൻ, ആ ഫ്യൂൽ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് വോളിയം 2, പിസ്റ്റൺ വോളിയം 2 എന്ന് പറയുന്ന പൊസിഷനിലെത്തുമ്പോൾ, അതായത് സ്റ്റേറ്റ് 2 സൈക്കിളിൻ്റെ കേസിലാണെങ്കിൽ സ്റ്റേറ്റ് 2, എഞ്ചിൻ്റെ കേസിലാണെങ്കിൽ പിസ്റ്റൻ്റെ പൊസിഷൻ എന്ന് പറയും. അപ്പം വോളിയം 2 പൊസിഷനിൽ പിസ്റ്റൺ എത്തുമ്പോഴാണ് ഈ ഡീസൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് ബേൺ ചെയ്യുകയും കമ്പസ്റ്റിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അത് ഇങ്ങനെ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് 2 മുതൽ സ്റ്റേറ്റ് 3 ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യും. സിലിണ്ടറിൻ്റെ അകത്തുള്ള പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യും. അതായത് V2ൽ നിന്ന് V3യിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യും. V3 എത്തുന്നത് വരെ ഈ ഇഞ്ചക്ഷൻ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത് 2-3 സെക്കൻഡ് ഒന്നുമല്ല, വളരെ മൈക്രോ സെക്കൻഡ്സേ ഉള്ളൂ. പിസ്റ്റൺ ഈ വോളിയം 2 എത്തുമ്പോഴാണ് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡീസലിൻ്റെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പിസ്റ്റൺ അത് കഴിഞ്ഞ് വോളിയം 2ൽ നിന്ന് വോളിയം 3 എത്തുന്നത് വരെ, അതായത് പിസ്റ്റൺ മേ ബി ഒരു എൻഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് വരെ, സ്റ്റേറ്റ് 3 അല്ലെങ്കിൽ വോളിയം 3 എത്തുന്നത് വരെ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കും. വോളിയം 3 എത്തുമ്പോഴാണ് പിസ്റ്റൺ വോളിയം 3 എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുമ്പോഴാണ് ആ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത്. അതായത് ഫ്യൂവലിനെ അവിടെ വെച്ച് കട്ട് ചെയ്യും. അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡീസൽ ഇഞ്ചക്ട് ചെയ്യുന്നില്ല. പിന്നെ പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യുന്നത് ആ കമ്പസ്റ്റിംഗ് പ്രോസസ്സ് അത് ബേൺ ചെയ്ത് തുടങ്ങുക, കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടാണ് പിന്നെയും പിസ്റ്റൺ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നത്, അതായത് ഔട്ടർ ഡെഡ് സെൻറ്ററിലോട്ട് അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള ഡെഡ് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ പിസ്റ്റൺ വോളിയം 2ൽ എത്തുമ്പോൾ ഡീസലിൻ്റെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. പിസ്റ്റൺ വോളിയം 3 എത്തുന്നത് വരെ ഇഞ്ചക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. വോളിയം 3ൽ എത്തുമ്പോഴായിരിക്കും ഫ്യൂൽ ഇഞ്ചക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്, അതായത് ഫ്യൂലിനെ കട്ട് ചെയ്യും. പൊസിഷൻ 3 വോളിയം 3ൽ പിസ്റ്റൺ എത്തുമ്പോഴേക്കും ഫ്യൂലിൻ്റെ ഇഞ്ചക്ഷൻ കട്ട് ചെയ്യും. അങ്ങനെ ഫ്യൂലിൻ്റെ ഇഞ്ചക്ഷൻ കട്ട് ചെയ്യുക എന്ന ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് അവിടെ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് കുറച്ചുകൂടി ലോജിക്കായിട്ട് പറഞ്ഞാൽ ഈ പ്രോസസ്സ് വോളിയം 2ഉം വോളിയം 3യും ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആ സമയത്താണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ നടക്കുന്നത്. ഇത്രയും സമയം ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും സമയം ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കും. വോളിയം 3ൽ പിസ്റ്റൺ വോളിയം 3 എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുമ്പോഴായിരിക്കും ഫ്യൂൽ ഇഞ്ചക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്യൂലിനെ കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിസ്റ്റൺ പിന്നെയും ഇങ്ങോട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. വോളിയം 4 വരെ മൂവ് ചെയ്യും. വോളിയം 4 അല്ലെങ്കിൽ വോളിയം 1നെയാണ്
ബോട്ടം ഡെഡ് സെൻറ്റർ എന്നോ അല്ലെങ്കിൽ ഔട്ടർ ഡെഡ് സെൻറ്റർ എന്നോ നമുക്ക് പറയുന്നു. അപ്പം ഇതിൻ്റെ റേഷ്യോ ഈ വോളിയം 3 ഡിവൈഡ് ബൈ വോളിയം 2 അതിനെയാണ് കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ കട്ട് ഓഫ് എന്ന് പറയാൻ കാര്യം വോളിയം 3 എന്ന ആ പൊസിഷനിലെത്തും, പിസ്റ്റൺ ആ പൊസിഷനിൽ എത്തുമ്പോഴാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഇതിനെ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഡീസൽ എഞ്ചിൻസിൽ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോയിൻറ്റും കൂടെ എഴുതാം. ആദ്യം ഇതിൻ്റെ റേഷ്യോ V3/V2 എന്ന കട്ട് ഓഫ് റേഷ്യോയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ലോജിക്കും കൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക. വോളിയം 2 പിസ്റ്റൺ വോളിയം 2 എന്ന പൊസിഷനിൽ എത്തുമ്പോഴാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വോളിയം 3 എത്തുന്നത് വരെ ഫ്യൂൽ ഇഞ്ചക്ഷൻ നടക്കും. വോളിയം 3 എത്തുമ്പോഴായിരിക്കും ഫ്യൂലിനെ കട്ട് ചെയ്യുന്നത്. ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് കട്ട് ഓഫ് റേഷ്യോ എന്ന പേര് അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ സ്കാവഞ്ചിങ്ങും കട്ട് ഓഫ് റേഷ്യോയും വരുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് നമ്മുടെ PV ഡയഗ്രാം, എഞ്ചിൻ്റെ വർക്കിംഗ് പറയുമ്പോഴുള്ള PV ഡയഗ്രാമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ 5 to 1 എന്ന് പറഞ്ഞാൽ സക്ഷൻ ആയിരിക്കും. പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുന്നു, അതിനാണ് 5-1 എന്ന് പറയുന്നത്. അതിന് പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ അഡയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ് 1-2 എന്ന് പറയുന്ന പ്രോസസ്സാകും. 2-ലെത്തുമ്പോഴാണ്, അതായത് പിസ്റ്റൺ മുകളിലെത്തി കഴിയുമ്പോഴാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഈ 2 എന്ന് പറയുന്ന പൊസിഷനിൽ നടക്കുന്നത്. വോളിയം 2 പിസ്റ്റൺ ഈ പൊസിഷനിലായിരിക്കും അപ്പം വോളിയം 2 എന്ന് പറയുന്നത്. അവിടെ വെച്ച് ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. സ്റ്റാർട്ട് ചെയ്ത് ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ബേണിംഗ് സ്റ്റാർട്ട് ചെയ്യും, അതായത് കമ്പസിങ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്ത് തുടങ്ങും. അങ്ങനെ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്ത് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണ്, ഇവിടെയാണ് വോളിയം 2 അല്ലെങ്കിൽ സ്റ്റേറ്റ് 2-ലുള്ള പിസ്റ്റൻ്റെ പൊസിഷൻ എന്ന് കരുതുക. ഫ്യൂൽ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ആ കമ്പസിങ് പ്രോസസ് നടക്കുമ്പോഴേക്കും പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്ത് ഇവിടെ ഈ ഏകദേശം ഈ പൊസിഷനൊക്കെ എത്തുമ്പോഴായിരിക്കും വോളിയം 3 എന്ന് പറയുന്ന ആ പൊസിഷൻ എത്തുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും ഇവിടം മുതൽ ഇവിടം വരെയായിരിക്കും ഫ്യൂൽ ഇഞ്ചക്ഷൻ നടക്കുന്നത്. ഈ വോളിയം 3 എന്ന ആ ഒരു പൊസിഷനിൽ എത്തുമ്പോഴേക്കും ഫ്യൂൽ ഇഞ്ചക്ഷൻ സ്റ്റോപ്പ് ചെയ്യും, അതായത് ഫ്യൂവലിനെ കട്ട് ചെയ്യും. പിന്നെയും പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യും. അത് ആ കമ്പസ്റ്റിംഗ് പ്രോസസ്സിലുള്ള ആ ഒരു ഇമ്പാക്റ്റ് കാണും. പിസ്റ്റൺ പിന്നെയും താഴോട്ട് മൂവ് ചെയ്യും. താഴോട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് 3-4 ആണ്. അപ്പോൾ പ്രോസസ്സ് 2-3, 3-4 ഇത് രണ്ടും പവർ സ്ട്രോക്കിൻ്റെ അതിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ പിന്നെയും പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുന്നു. അതെന്ന് പറയുന്നത് ഈ അഡയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. പിന്നെ അത് കഴിഞ്ഞ് പിസ്റ്റൺ വീണ്ടും താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നു. അതാണ് ഈ 4-1 എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ആ സമയത്താണ് എക്സോസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ വോളിയം 3 ഡിവൈഡ് ബൈ വോളിയം 2 അതിനെയാണ് കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത്രയും പോർഷനിലാണ്, ഇത്രയും സമയത്താണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ നടക്കുന്നത്. സ്റ്റേറ്റ് 3 അല്ലെങ്കിൽ വോളിയം 3-ലെത്തുമ്പോഴാണ് ഫ്യൂലിനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ രണ്ട് സംഭവങ്ങളും, സ്കാവഞ്ചിങ്ങും കട്ട് ഓഫ് റേഷ്യോ. ഈ രണ്ട് തമ്മിൽ യാതൊരു ബന്ധവുമില്ല, പക്ഷേ ഈ രണ്ടും കൂടെ ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യം കൂടെ ഓർത്തിരിക്കുക. താങ്ക് യു.